welcome back to my channel. So today we are going to study the chapter in 7th textbook English Bridge Over Troubled Water. Okay, അപ്പം ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So this poem is written by Simon and Garfunkel. They are famous writers, okay, famous poet writers, okay. And then this poem said us about the value of friendship. When we are in trouble, the poets give help as a friend. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാ നോക്കിക്കോളാം. അതായത് നമ്മൾക്ക് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മുടെ ആ ഒരു പോയറ്റ്സ് നമ്മുടെ സുഹൃത്തുക്കളായി വിചാരിച്ച് പോയറ്റ് എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും, അതാണ് ഇവിടെ പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി വി സ്റ്റഡീഡ് ദ 2 സ്റ്റാൻസാസ്. സോ ഞാനത് കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കാം, ഇതിൻ്റെ അത് പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റപ്പെടുമ്പോൾ നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കും. അതുപോലെ തന്നെ ഞാൻ ഒരു പ്രക്ഷുബ്ധമായ, ഞാൻ 2 ടേക്ക് എടുത്തിട്ടാണ് പറഞ്ഞത്, പ്രക്ഷുബ്ധമായ വെള്ളത്തിൻ്റെ, അതായത് ഒഴുക്കൊക്കെ ഉള്ള ഒരു വളരെ മോശമായ സ്ഥിതിയിൽ കിടക്കുന്ന ഒരു വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒരു പാലം പോലെ നിനക്ക് ഉണ്ടാകും. അതായത് നിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിനക്ക് തുണയായി ഞാൻ ഉണ്ടാകും എന്നാണ് ഈ ഒരു 2 പാരഗ്രാഫ് കൊണ്ട് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. വലിയ പാരഗ്രാഫാണ് നമുക്ക് തോന്നുമെങ്കിലും കുറച്ച് കടുകട്ടി വാക്കുകളാണെങ്കിലും ഇതിൻ്റെ അർത്ഥം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. Then let's study the balance poem. Okay, നോക്കാം. When you are on the street, when evening falls so hard, I will comfort you, I will take your part. Oh, when darkness come and pain is all around. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും വേദന വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിങ്ങനെ ആലോചിക്കുന്നത് രാത്രി സമയങ്ങളിലായിരിക്കും. ഓക്കെ, അപ്പോഴും നിന്നിൽ വേദനകൾ ഇരുട്ടാൽ വേദനകൾ നിറയുമ്പോൾ, അതായത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇരുട്ട് ആ ഒരു സമയത്ത് രാത്രിയിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ വേദനകളും, അതുപോലെ തന്നെ നിങ്ങൾ വഴിയിൽ തെരുവിലായിരിക്കുമ്പോഴും ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളിലൊരു ഭാഗമായി ചേരും. അതായത് നമ്മൾ പറയൂലേ, നമ്മളൊരു മറ്റൊരാൾക്കൊരു വിഷമമുള്ള സമയം വരുമ്പോൾ നമ്മളും അവരുടെ കൂടെ ചേരണം. പക്ഷെ മറ്റൊരാൾക്കൊരു സന്തോഷം വരുമ്പോഴും നമ്മൾ സങ്കടപ്പെടും അല്ലേ? അങ്ങനെയാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. ഓക്കെ, നമ്മൾ സങ്കടപ്പെടുകയും അവർക്കൊരു സങ്കടം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യും. നിങ്ങൾ പറയൂ, ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ പറയൂ. ഓക്കെ, അടുത്ത് നോക്കാം. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ലേ മീ ഡൗൺ. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ലേ മീ ഡൗൺ. അതായത് ഒരു ട്രബിൾഡ് വാട്ടർ, ഞാൻ പറഞ്ഞല്ലോ, പ്രക്ഷുബ്ധമായ ഒരു വെള്ളത്തിന് മുകളിലുള്ള പാലം പോലെ ഞാൻ നിനക്ക് തുണയായി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇപ്പൊ ആ വെള്ളത്തിന് മുകളിൽ പാലം ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് വീണ് മരിച്ചു പോകില്ലേ? അത്രേ ഉള്ളൂ. Sail on silver girl, sail on by, your time has come to shine, all your dreams are on their way, see how they shine, oh if you need a friend, I am sailing right behind. അതായത് നീ എപ്പോഴും ഇങ്ങനെ പ്രതിസന്ധികൾ തുഴഞ്ഞുകൊണ്ടേയിരിക്കുക, അതായത് നീ അതിനെ മറികടക്കാൻ വേണ്ടി ധൈര്യത്തോടു കൂടി അതിനെ നേരിടുക എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഒരാൾക്കൊരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി, എല്ലാവരും അവനെ ഇട്ടങ്ങ് കളിയാക്കി അങ്ങ് നശിപ്പിച്ച് കളഞ്ഞു. അപ്പം അവൻ എന്ത് ചെയ്യും? അവന് മോട്ടിവേഷൻ കയറും, ഇവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നുള്ള മട്ടിൽ അവൻ പഠിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു മോട്ടിവേഷനോട് കൂടി എന്ത് ചെയ്യുക, നമ്മളെ കളിയാക്കിയവരുടെയൊക്കെ മുമ്പിൽ ഒന്ന് നെഞ്ചു പിരിച്ച് നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യും? തുഴഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ എന്താണ്, നമ്മളെപ്പോഴും പ്രതിസന്ധികളെ തരണം ചെയ്യുക. അതുപോലെ തന്നെ നിനക്ക് ആ ഒരു എന്താ പറയുക, നാടിൻ്റെ മുമ്പിൽ നിനക്ക് ഷൈൻ ചെയ്യാനുള്ള, നമ്മൾ പറയില്ലേ, ഷോ കാണിക്കുക, പട്ടി ഷോ കാണിക്കുക എന്നൊക്കെ പറയില്ലേ, ആ സമയം നിനക്ക് വരും. നിന്റെ എല്ലാ ഡ്രീംസും നിന്റെ എല്ലാ സ്വപ്നങ്ങളും വഴിയേ ഉണ്ട്. അതായത് നമ്മൾ പറയൂലേ, വരട്ടെ, സ്വപ്നങ്ങളൊക്കെ വരട്ടെ, ഡ്രീംസ് വിൽ കം ട്രൂ എന്ന് പറയില്ലേ, അത് തന്നെ. സീ ഹൗ ദേ ഷൈൻ, അവർ ആ ഒരു സ്വപ്നങ്ങളെല്ലാം എങ്ങനെയാണ് തിളങ്ങുന്നത് എന്ന് നീ കണ്ടോളൂ. നിനക്ക് തിളങ്ങാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. ഓ ഇഫ് യു
നീഡ് എ ഫ്രണ്ട്, നിനക്കൊരു കൂട്ടുകാരനെ വേണമെങ്കിൽ, ഐ ആം സെയിലിംഗ് റൈറ്റ് ബിഹൈൻഡ്, ഞാൻ തൊട്ടു പുറകിൽ തന്നെ നിനക്കായി തുഴഞ്ഞു വരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ടിന് കൊടുക്കുന്ന മോട്ടിവേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ പോയറ്റ് ഈസ് സേയിങ് അബൌട്ട് ദ മോട്ടിവേഷൻ ഹി ഗിവിംഗ് ടു ദ ഫ്രണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ഈസ് യുവർ മൈൻഡ്. ഈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മൈൻഡിനെ വളരെ അധികം ആശ്വസിപ്പിക്കും എന്നതാണ്. ഈസ് മീൻസ് ആശ്വസിപ്പിക്കുക, റിലാക്സ് ആക്കുക. നമ്മളെ ആ ഒരു പ്രതിസന്ധി ഘട്ടം എന്നൊക്കെ പറയുമ്പോൾ മൈൻഡ് ഭയങ്കര എന്താ പറയുക, ഒരു സെഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കും. അപ്പം അതിനെ ആശ്വസിപ്പിച്ച് റിലാക്സ് ആക്കി നിന്റെ കൂടെ സമയം ചിലവഴിച്ച് നിനക്ക് മോട്ടിവേഷൻസ് നൽകും ഞാൻ. എങ്ങനെ? പ്രക്ഷുബ്ധമായ ഒരു വെള്ളത്തിന് മുകളിലെ പാലം പോലെ. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ഈസ് യുവർ മൈൻഡ്. അതാണ് നമ്മുടെ കവിത എന്ന് പറയുന്നത്. ഒരു കുട്ടി സമ്മറി പറയാനാണെങ്കിൽ ദിസ് പോയം ഈസ് സേയിങ് അബൌട്ട് ദ വാല്യൂ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ സമ്മറി എൻ്റെ നോട്ട്ബുക്കിലുണ്ട് ഗൈസ്. അത് ഞാൻ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ എഴുതി തരാം. അതുപോലെ തന്നെ ഒരു ദിസ് പോയം ഓൾസോ സേയിങ് അബൌട്ട് ദ പോയറ്റ് ആസ് എ ഫ്രണ്ട്. അതായത് ആ പോയറ്റിനെ ഒരു ഫ്രണ്ടായിട്ട് ആണ് ഇതിൻ്റെ അകത്ത് ആ ഒരു പോയറ്റ് വിശദീകരിച്ചിരിക്കുന്നത്. വെൻ ദ പോയറ്റ് ആസ് എ ഫ്രണ്ട് ഹി വിൽ ഗിവ് അഡ്വൈസസ് ടു ഹിസ് ഫ്രണ്ട്. അതായത് അവൻ്റെ കൂട്ടുകാരന് ആ ഒരു പോയറ്റ് എന്ത് ചെയ്യും, അഡ്വൈസസ്, മോട്ടിവേഷൻസ് കൊടുക്കുന്നതും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഹി വിൽ ഓൾസോ വിത്ത് ഹിസ് ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇന്നത്തേതായ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി സൈമൺ ആൻഡ് ഗാർഫങ്കെൽ എബൌട്ട് ദ ഓതേഴ്സിനെയും കൂടെ പറയാം. ഓതർ അല്ല, ഓതേഴ്സ് ആണ്. കാരണം ഇവിടെ രണ്ടുപേര് ചേർന്നിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. നമുക്ക് ഇപ്രാവശ്യം പാർട്ട് 2 ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ 7 അല്ല 8 നിങ്ങൾക്ക് എന്താ ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന ഒരു പോയം പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് ദ യങ് ബ്ലഡ്സ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ബാൻഡിൽ നിന്നിട്ടുള്ള ഒരു സോങ് ആണ്. അതിൻ്റെ അകത്തൊരു ഇതാണ്. അതിൻ്റെ അകത്ത് ഏകദേശം കുറേ വെറൈറ്റി പേരുകളാണ്. ബനാന എന്നൊക്കെയാണ് ആളുകളുടെയൊക്കെ പേര്. അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു കൊച്ചു ബാൻഡാണ്. ആ ബാൻഡിൽ നിന്നുള്ളൊരു പോയമാണ്. അതിൻ്റെ അകത്തും പറയുന്നത് എല്ലാവരും ഒന്നിച്ച് ചേരുക, ചിരിക്കുക, നിങ്ങളുടെ എല്ലാവരെയും ബ്രദറിനെ പോലെ കണ്ട് ചിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഓതേഴ്സിനെ പറ്റി നോക്കാം. They were an American folk rock duo consisting of singer-songwriter Paul Simon and singer Art Garfunkel. Okay, അതാണ് ഇവര്. അടുത്തത് they ranked as one of the best-selling music acts on the 1960s. അടുത്തത് their most famous songs include The Sound of Silence in 1965, Mr. Robinson in 1968 and Bridge Over Troubled Water. ഈ കവിത in 1917. ഓക്കെ, അപ്പം 65, 68, 70. ഓക്കെ, ഇത് പഠിച്ചു വയ്ക്കാം. 65, 68, 70 പഠിച്ചു വയ്ക്കൊന്നും വേണ്ട, ഒന്ന് വായിച്ചു വെച്ചാൽ മതി ഗൈസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ചും കൂടെ പഠിക്കാനുണ്ടോ. ഏതൊക്കെ പഠിക്കാനുണ്ടോ? എ ബേക്കൺ ഓഫ് ഹോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് അത് ഞാൻ എടുത്തെന്ന് തോന്നുന്നു കേട്ടോ. ഈ ബേക്കൺ ഓഫ് ഹോപ്പ് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ആ പാഠമാണ് ആദ്യമായിട്ട് 7ാം ക്ലാസ്സിൽ എടുത്തത്. ഞാൻ അത് എടുത്തു. അടുത്തത് ആ ഒരു പാഠം കൂടെ തീർന്നു കഴിഞ്ഞാൽ നമ്മളെ 7ന്റെ ടെക്സ്റ്റ് ഫുള്ള് തീർന്നു. അങ്ങനെ നമ്മുടെ 7ന്റെ പാഠങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇട്ടുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, റിപ്പോർട്ട് ചെയ്യാത്തുള്ളൂ. ബൈ.